ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം, എല്ലാവരും നമ്മുടെ ഈസി കുക്കിങ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എങ്ങനെയുണ്ട് റെസിപ്പീസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടും സാമ്പാറുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈസി ആയിട്ട് വേഗം സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ആദ്യമേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സാമ്പാർ പരിപ്പാണ്. സാമ്പാർ പരിപ്പ് ഇടുക. സാമ്പാർ പരിപ്പിട്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു കരണ്ടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഞാനിതിലോട്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതേ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. മലക്കറിയൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കടുത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല ശരിയാക്കാം. ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഇനി ഇതൊന്നും ചെറുതായിട്ട് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് മുളക് പൊടി ഇട്ടാൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അടുത്തതാണ് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ മലക്കറിയിലും ചേർത്തിട്ടുണ്ട്, ഇതിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഞാൻ ഇത്രയും ഉപ്പേ ഒഴിച്ച് ചേർക്കുന്നുള്ളൂ. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മളിവിടെ പാകം ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അരപ്പൊക്കെ ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് അരപ്പിടുന്ന ചട്ടി കൂടെ ഒന്ന് കഴുകി ജസ്റ്റ് ഒരു നുള്ള 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ വേവട്ടെ. ആ സമയം കൂടെ നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്തൊരു അടുപ്പിൽ ഞാൻ താളിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുകിടാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക്. അടുത്തത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഞാനിതിലേക്ക് ഒരു നുള്ള കായം കൂടെ ആഡ് ചെയ്യുകയാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ അരപ്പിലോട്ട് നമുക്ക് കായപ്പൊടി ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലോട്ട് കായമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലോട്ട് ചേർക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉപ്പും പുളിയും ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ ഇടയ്ക്ക് ചേർത്തോണം. ഉപ്പും പുളിയൊക്കെ ഇടയ്ക്ക് ചേർത്തോണം കേട്ടോ. ബൈ.